ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഓറഞ്ച് തലയുള്ള ത്രഷ് എന്ന പക്ഷിയെ പറ്റിയാണ്. ഓറഞ്ച് തലയുള്ള ത്രഷ് കുടുംബത്തിലെ ഒരു പക്ഷിയാണ്. ജിയോകിച്ച് ലെസ്രിഡീന എന്ന ജനസിലാണ് ഈ പക്ഷികൾ ഉൾപ്പെടുന്നത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ തെക്ക് കിഴക്കൻ ഏഷ്യയിലെയും നല്ല വനപ്രദേശങ്ങളിലാണ് ഇവ സാധാരണയായി കാണപ്പെടുന്നത്. ഇവയിലെ മിക്ക പക്ഷി വിഭാഗങ്ങളും ഇവിടെ താമസിക്കുന്നവരാണ്. തണൽ നിറഞ്ഞ ഈർപ്പമുള്ള പ്രദേശങ്ങളോടാണ് ഈ ഇനം പക്ഷികൾ പ്രിയം കാണിക്കുന്നത്. കൂടാതെ ജിയോകിച്ചില, സൂതറ ത്രഷുകൾ എന്നിവയെ പോലെ ഇവയും വളരെ രഹസ്യമായി ജീവിക്കുന്നവയാണ്. ഓറഞ്ച് തലയുള്ള ത്രഷ് പലതരം പ്രാണികളെയും മണ്ണിരകളെയും പഴങ്ങളെയും ഭക്ഷിക്കുന്ന ഒരു സർവ്വഭോജിയാണ്. ഈ പക്ഷികൾ മരങ്ങളിൽ ആണ് കൂടുണ്ടാകുന്നത്. എന്നാൽ ഇവ കൂട്ടമായി കൂടുണ്ടാക്കാറില്ല. ചെറിയ ത്രഷിൻ്റെ ആൺപക്ഷിയുടെ മുകൾ ഭാഗം ഏകീകൃതമായ ചാരനിറവും തലയും അടിഭാഗവും ഓറഞ്ച് നിറവുമാണ്. പെൺപക്ഷികൾക്കും ഇളം പക്ഷികൾക്കും തവിട്ട് നിറത്തിലുള്ള മുകൾ ഭാഗമുണ്ട്. ഓറഞ്ച് ഹെഡഡ് ത്രഷ് പക്ഷികൾ എന്നത് ഒരു മനോഹരമായ ചെറുപക്ഷിയാണ്. ഇത് ത്രഷ് പക്ഷികളുടെ കുടുംബമായ ടർട്ടിഡയിൽ പെടുന്നതാണ്. ഇവയെ പ്രധാനമായും തണൽ ഏറിയ കാടുകൾ, തോട്ടങ്ങൾ, പാർക്കുകൾ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്നു. ഇവയെ ദക്ഷിണ കിഴക്കൻ ഏഷ്യ, പ്രത്യേകിച്ച് ഇന്ത്യ, ശ്രീലങ്ക, ഇന്തോനേഷ്യ, മലേഷ്യ മുതലായ സ്ഥലങ്ങളിൽ സാധാരണയായി കാണാൻ കഴിയുന്നു. ഇവയുടെ ഭക്ഷണ അന്വേഷണത്തിനും പ്രത്യേകതയുണ്ട്. ഇവ ഭൂമിയിലോ ഇലകളിലോ ചലനം കാണിച്ച് ഭക്ഷണം അന്വേഷിക്കുന്നു. മഴക്കാലത്ത് ചിതലായ ഇലകൾക്കടിയിൽ നിന്ന് പുഴുക്കളെയും ചെറുകീടങ്ങളെയും പിടികൂടുന്നു. ഈ പക്ഷികളുടെ പ്രജനനകാലം സാധാരണയായി മാർച്ച് മുതൽ ജൂലൈ വരെയാണ്. പെൺപക്ഷിയാണ് കൂട് നിർമ്മാണം നിർവഹിക്കുന്നത്. കൂനാകൃതിയിലുള്ള കൂടുകളാണ് ഇവ നിർമ്മിക്കാറുള്ളത്. സാധാരണയായി മരത്തിൻ്റെ ചെല്ലയിൽ, താഴ്ന്ന കൊമ്പിൽ അല്ലെങ്കിൽ പാറകളുടെ വിള്ളലുകളിൽ ആണ് ഈ പക്ഷികൾ കൂടുണ്ടാക്കുന്നത്. ഒരു കൂട്ടിൽ 2 മുതൽ 4 വരെ മുട്ടകൾ ഇടാറുണ്ട്. ഇവയുടെ മുട്ടകളുടെ നിറം പിങ്ക് നിറത്തിൽ ചെറുതവിട്ട് പാടുകളോട് കൂടിയതാണ്. ഈ പക്ഷികളിൽ ആൺപക്ഷിയും പെൺപക്ഷിയും കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നതിൽ ശ്രദ്ധാലുക്കളാണ്. ഈ പക്ഷികൾ വളരെ ലജ്ജാശീലരും ശാന്തരുമായിരിക്കും. രാവിലെയും സന്ധ്യയ്ക്കും ഇവരുടെ മധുരമായ പാട്ടുകൾ കേൾക്കാൻ കഴിയുന്നു. തണുത്ത നിഴൽ സ്ഥലങ്ങളിൽ കൂടുതലായി സമയം ചെലവഴിക്കാനാണ് ഈ പക്ഷികൾ ഇഷ്ടപ്പെടുന്നത്. ഇവയുടെ കൂടുകൾ നിർമ്മിക്കുന്നത് ഉണങ്ങിയ ഇലകൾ, പുല്ല്, ചെറുവേരുകൾ, പുഴുമണ്ണ് തുടങ്ങിയവ ഉപയോഗിച്ചാണ്. കാലാവസ്ഥ ഈർപ്പമുള്ളതും ഭക്ഷണം ധാരാളമുള്ളതുമായ സമയത്താണ് ഇവ കൂട് കെട്ടുന്നത്. കൂടുകളുടെ അകത്ത് മൃദുവായ പച്ചിലകൾ അല്ലെങ്കിൽ മുല്ലപ്പൂവുകൾ വെച്ച് കുഞ്ഞുങ്ങൾക്കായി സുഖപ്രദമായ വാസസ്ഥലം ഒരുക്കുന്നു. പെൺപക്ഷി മുട്ടയിട്ടതിന് ശേഷം പ്രധാനമായും പെൺപക്ഷി തന്നെയാണ് മുട്ട ചൂടാക്കി വിരിയിക്കുന്നത്. വിരിയൽ കാലം ഏകദേശം 12 മുതൽ 14 ദിവസം വരെ നീളാറുണ്ട്. ആൺപക്ഷി ആ സമയത്ത് ഭക്ഷണം കൊണ്ട് കൊടുക്കുന്നതിലൂടെ പെൺപക്ഷിയെ സഹായിക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് ഏകദേശം 10-14 ദിവസങ്ങൾക്കകം പറക്കാൻ തുടങ്ങുന്നു. കുഞ്ഞുങ്ങൾ പറക്കാൻ പഠിച്ചതിന് ശേഷം കുറച്ച് ദിവസം കൂടി മാതാപിതാക്കളോടൊപ്പം ജീവിക്കുന്നു. പിന്നീട് അവ സ്വതന്ത്രമായി ഭക്ഷണം തേടുകയും തങ്ങളുടെ പ്രദേശം കണ്ടെത്തുകയും ചെയ്യുന്നു. സ്വാഭാവിക സാഹചര്യത്തിൽ ഇവ 8-10 വർഷം വരെ ജീവിക്കാറുണ്ട്. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു. സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ.